ഹലോ ഐസിഐ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സ്ഥലത്ത് ഷാർജയിലൊക്കെ മഴ കാരണം വെള്ളമൊക്കെ പൊങ്ങി ഒത്തിരി ഡ്രെയിൻ ആവാതെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ അറിഞ്ഞായിരുന്നു. ഇപ്പം എല്ലാം ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി മെയിനായിട്ട് അവർക്ക് സാൻഡ്വിച്ചസ് ഉണ്ടാക്കാനും പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചീസ് മേടിക്കും. അതും ചീസ് സ്ലൈസസ് ഒക്കെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഒരു സംഭവമായിട്ടാണ് നമുക്ക് മാറിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചീസ് സ്ലൈസസ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ശരിക്കും തയ്യാറാക്കിയെടുക്കാം. അതിന് ജെലാറ്റിനോ അല്ലെങ്കിൽ റെനറ്റോ സെറ്റാവാൻ റെനറ്റോ ജെലാറ്റിനോ അല്ലെങ്കിൽ സിട്രിക് പൗഡറോ ഈ വക സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് റെസിപ്പി കാണുമ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ നമ്മൾ തയ്യാറാക്കിയതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആർട്ടിഫിഷ്യൽ അല്ലേ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മടിച്ചിരുന്ന് കാണും. അതൊന്നുമല്ല, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ അടിപൊളിയായിട്ട് കടയിൽ മേടിക്കുന്ന പോലെ തന്നെയുള്ള ചീസ് സ്ലൈസസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ചീസ് സ്ലൈസസ് പ്രിപ്പയർ ചെയ്യാം. ഇതിനായിട്ട് 1 ലിറ്റർ ഫുൾ ഫാറ്റ് പാൽ എടുക്കണേ. എന്നിട്ട് ഇത് നമുക്ക് ചൂടാക്കണം. തിളപ്പിക്കേണ്ട, നമ്മുടെ വിരൽ ഇതിലോട്ടിട്ടാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടാകുമ്പോൾ ഓഫ് ചെയ്യുക. ഈ ചീസ് സ്ലൈസ് ഉണ്ടാക്കാൻ അത്ര മതി. എന്നിട്ടാണ് പാല് പിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫുൾ ഫാറ്റ് പാലെടുക്കാൻ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലോട്ട് നാരങ്ങയുടെ ജ്യൂസ് 5 ടീസ്പൂൺ മെല്ലെ മെല്ലെ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക, അടുപ്പത്തൊന്ന് മാറ്റിയ ശേഷം. അപ്പം മറക്കരുത്, തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ ഇട്ട് നോക്കുമ്പം അത് നമുക്ക് പാകമുള്ള നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടായിരിക്കണം. ഇപ്പോൾ ഇതാ പിരിഞ്ഞു തുടങ്ങി. ഇതൊന്ന് അടച്ച് വെക്കുക ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായി പിരിഞ്ഞിട്ടുണ്ടാവും. അപ്പം 4-5 ടീസ്പൂൺ ലെമൺ ജ്യൂസ് അഥവാ വിനീഗർ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. പാൽ ഏത് ബ്രാൻഡായാലും ഓക്കെയാണ്, പക്ഷേ ഫുൾ ഫാറ്റ് ആവണം. ഇപ്പോൾ ഇത് പിരിഞ്ഞു കഴിഞ്ഞു കണ്ടോ. ഇനി ഒരു അരിപ്പയിലൂടെ അല്ലെങ്കിൽ ഒരു തുണി ഉണ്ടെങ്കിൽ അതിലൂടെ ഇത് ഇങ്ങനെ ഈ ഒരു പാത്രത്തിലോട്ട് ഒരു പാത്രം അടിയിൽ വെച്ച് ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ടൊരു സ്പാച്ചുളയോ സ്പൂണോ വെച്ച് ഈ ചീസ് ഒരു 4-5 വട്ടം ഒന്ന് നന്നായി ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലെ മാക്സിമം വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നമ്മൾ ഒരു തുണിക്കകത്ത്, ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ ചീസ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുക്കുന്നത്, അതിനകത്തോട്ട് നമുക്കിത് ഇട്ട് നന്നായി ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ വാർന്നു പോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അപ്പം അതിന് മുന്നേ കൈകൊണ്ട് തന്നെ മാക്സിമം കുറച്ച് വെള്ളം പിഴിഞ്ഞെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് നന്നായി ഇത് പിഴിഞ്ഞ് വെള്ളം എടുക്കുക. ഇപ്പം നിങ്ങളിത് പിഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, ഇതൊരു ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ നിങ്ങൾക്ക് തോന്നണം. ആ ഒരു പരുവായിരിക്കണം നമ്മുടെ ഈ പാല് പിരിച്ചെടുത്ത ഈ ചെന. അപ്പം നമ്മളിത് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ ശേഷം ഇതൊരു കോട്ടൺ ക്ലോത്തിലോട്ട് എടുക്കണേ. ഞാനിത് കാണിച്ചു തരാം പിഴിഞ്ഞ് കഴിയുമ്പം എത്രയുണ്ട്. ഇതിപ്പോൾ 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ 1 ലിറ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 6-7 ചീസ് സ്ലൈസ് കിട്ടും കേട്ടോ, നമ്മൾ കട്ട് ചെയ്യുന്ന വലിപ്പം അനുസരിച്ച്. അപ്പോൾ ഞാനിത് ഇതുപോലൊരു കോട്ടൺ ക്ലോത്തിൽ നന്നായി കവർ ചെയ്ത് കെട്ടി വെക്കുക. അപ്പം ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ വാർന്നു പോകാൻ അതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ടൊരു ബൗളിൽ നാരങ്ങ, 1 ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞത്, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. അപ്പം ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞതും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഇത് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, കാരണം ഇതൊന്ന് സെറ്റിലാവണം. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് മിക്സർ ജാറിൽ നമ്മുടെ നന്നായി വെള്ളം വാർന്ന് ഈ ചീസ് എടുത്തിടാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ബേക്കിംഗ് സോഡ, ലെമൺ ജ്യൂസിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നേരിയ ചൂടുള്ള പാല്, 1 ടേബിൾ സ്പൂൺ ബട്ടർ എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ല സ്മൂത്ത് ആവുന്ന 2-3 പ്രാവശ്യം അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, കാരണം കട്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് പരത്താൻ എളുപ്പത്തിനാണ്. അതിനടിയിൽ ഇച്ചിരി വെള്ളം ചൂടാക്കി അതിൻ്റെ മേലൊരു ബൗളിൽ ഈ ചീസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ലൂസായി എന്ന് തോന്നുമ്പോൾ നമുക്ക് എടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ട്രേ റെഡിയാക്കി വെക്കണേ. ബട്ടർ പേപ്പർ, ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് ഒരു ട്രേ റെഡിയാക്കി വെക്കുക.
അപ്പം നമ്മളിത് നന്നായി ഒന്ന് മെൽറ്റായ ശേഷം ഇത് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ, മെല്ലെ ലൂസായി വരും. നമുക്കിത് പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിത് ചൂടാക്കുന്നത്, വേറൊന്നുമല്ല. അപ്പം നന്നായി ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇനിയിപ്പം ബേക്കിംഗ് പേപ്പർ ഇടാനില്ലെങ്കിൽ നന്നായി ഒന്ന് ബട്ടർ തൂത്തിട്ട്, ട്രെയിൽ ബട്ടർ തൂത്തിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. പക്ഷേ എന്നാലും ഞാൻ ബേക്കിംഗ് പേപ്പർ ഇടാനാണ് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എങ്കിലാണ് നമുക്ക് സെറ്റ് ചെയ്യുമ്പം അത് ബേക്കിംഗ് പേപ്പറോട് കൂടെ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നല്ല ലൂസായി കേട്ടോ ചീസ്. ഇപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം മതി, ഇത്രയും ലൂസായാൽ മതി. ഇനി ഞാൻ ഓൾറെഡി ട്രെയിൽ ബേക്കിംഗ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, ഇതിലോട്ട് ഞാൻ ഈ മെൽറ്റ് ചെയ്ത ചീസ് ഒഴിക്കുക. ഇത് ഒഴിച്ച ഉടനെ തന്നെ, ചൂടോടെ ഇത് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഇത് പരത്തണേ, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോവും. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഇത് ഈ ചൂടോടെ തന്നെ പരത്തുക. മാക്സിമം തിന്നായിട്ട് തന്നെ പരത്തുക. ഈ സ്പാച്ചുല തന്നെ ഉപയോഗിച്ച് ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇനിയിപ്പം സ്പാച്ചുല ഇല്ലെങ്കിൽ ഒരു പരന്ന സ്പൂൺ കൊണ്ട് ഇതുപോലെ തിന്നായിട്ട് പരത്തുക. എന്നിട്ടിതൊരു 5 to 6 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ റെഫ്രിജറേറ്റ് ചെയ്ത് ഞാൻ 6 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് കണ്ട ഒട്ടുന്നില്ല. ഇത് സെറ്റായി, നമ്മുടെ ചീസ് സ്ലൈസ് സെറ്റായി. ഇനി ഞാനിത് എളുപ്പത്തിൽ മുറിക്കുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്കിതിൻ്റെ ചുറ്റുമുള്ള എക്സ്ട്രാ ബേക്കിംഗ് പേപ്പർ മുറിച്ച് കളയാം. ഇത് മുറിച്ച് കളഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഇത് സെറ്റാക്കിയുണ്ടല്ലോ, നമുക്ക് ബുദ്ധിമുട്ടില്ല, എളുപ്പം നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിൽ നമ്മുടെ വലിപ്പാനുസരണം നമുക്ക് എത്ര വലിപ്പം വേണോ, നിങ്ങൾക്ക് അറിയാമല്ലോ ചീസ് സ്ലൈസ് എത്ര വലിപ്പമായിരിക്കും, ആ ഒരു വലിപ്പത്തിന് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഏകദേശം ഒരു 8-9 എണ്ണം നമുക്കിതിൽ കിട്ടും കേട്ടോ, ചീസ് സ്ലൈസ് കിട്ടും 1 ലിറ്ററിൻ്റെ പാലിൽ. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തു. ഇനി ഇത് നടുക്കിയും കൂടെ കട്ട് ചെയ്തെടുത്തു. ഞാൻ ഇച്ചിരി വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. നമ്മുടെ ചീസ് സ്ലൈസിനേക്കാളും കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചീസ് സ്ലൈസ് സെറ്റായി. ഇത് നമുക്ക് നമ്മുടെ നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചീസ് സ്ലൈസ് സ്റ്റോർ ചെയ്യുന്ന പോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു 4-5 ദിവസത്തിനകം ഉപയോഗിക്കണേ. അപ്പോൾ കണ്ടോ, നമ്മളിതുപോലെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. എന്ത് അടിപൊളിയല്ലേ ശരിക്കും. ഈ ടേസ്റ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ, ഒരു ചേഞ്ചും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒത്തിരി നാൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു തയ്യാറാക്കിയ സാൻഡ്വിച്ചിലേക്ക് ഞാൻ ഈ ചീസ് സ്ലൈസ് ഇട്ട് കാണിച്ചു തരാമേ. അപ്പോൾ ഇന്ന് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ചതാണ് ചീസ് സ്ലൈസ്. അപ്പം അത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ചീസ് സ്ലൈസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.